ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ്. വ്യോമഗതാഗതത്തെയും മഴ ബാധിച്ചു. ആയിഷത്തുൽ ഷംനയാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഷംന, ഗുഡ് മോർണിംഗ്. മഴക്കെടുതിയും അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയും ഉത്തരേന്ത്യയിൽ ആകെ തുടരുകയാണ്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്? ആര്യ, ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി അതിശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഏകദേശം 5:30 മുതൽ 8:30 വരെ റെക്കോർഡ് മഴയാണ് രേഖപ്പെടുത്തിയത്. 60 mm മഴ ഈ 3 മണിക്കൂറിൽ മാത്രം ലഭിച്ചു എന്നാണ് കണക്ക്. ഇതോടുകൂടി തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത വെള്ളക്കെട്ടാണ്. ഗതാഗതമൊക്കെ ഏറെ മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയൊക്കെ മെട്രോ സ്റ്റേഷനുകളുടെ സർവീസുകളെ വരെ ബാധിക്കുന്ന തരത്തിൽ അത്രയധികം ഈ വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ഗതാഗത കുരുക്കും മറ്റും ഡൽഹിയെ വലച്ചിരിക്കുകയാണ്. എന്തായാലും വ്യോമഗതാഗതത്തെ കൂടി ഈ വെള്ളക്കെട്ട് കാര്യമായി തന്നെ ബാധിച്ചു. 6 വിമാനങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ വഴിതിരിച്ചു വിട്ടത്. അങ്ങനെ അതിശക്തമായ മഴ തുടരുന്നു എന്നതാണ് സാഹചര്യം. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ നഗരത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നെഹ്റു പ്ലേസ്, അരബിന്ദോ മാർഗ്, കൈലാഷ് കോളനി, MG റോഡ്, നാഷണൽ ഹൈവേ 8 തുടങ്ങിയ മേഖലകളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുകയാണ്. ഇത് പ്രത്യേകിച്ച് ഈ മറ്റ് പ്രദേശങ്ങളിൽ, അതായത് ഈ നഗരത്തിൽ നിന്ന് മാറിയുള്ള പ്രദേശങ്ങളിൽ പോലും വെള്ളക്കെട്ടുണ്ട്. അവിടെയൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ വാഹനങ്ങൾക്ക് മുകളിൽ വരെ വെള്ളം എത്തുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് വെറും 3 മണിക്കൂർ കൊണ്ടാണ് റെക്കോർഡ് മഴ രേഖപ്പെടുത്തിയത്. അതിനുശേഷവും ഡൽഹിയിൽ ശക്തമായ മഴ തുടരുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഇന്നലെ രാവിലെയൊന്നും ഡൽഹിയിൽ മഴ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉച്ചയോടുകൂടി ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വൈകിട്ടോടുകൂടി മഴ കനത്തതോടെയാണ് പിന്നീട് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചത്. ഇതും കൃത്യമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയില്ല എന്ന തരത്തിലൊക്കെ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും അതിനുശേഷം പിന്നീട് ഇന്നും ഇപ്പോൾ ഡൽഹിയിൽ റെഡ് അലേർട്ടാണ്. അതിശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. ഒപ്പം ഈ വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായതാണ് ജനങ്ങളുടെ ജീവിതം തന്നെ ദുരിതത്തിലാക്കുന്നത്. കാരണം ഗതാഗതമൊക്കെ ഇന്നലെ മണിക്കൂറുകളോളം ഈ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു നിലയിലേക്കായിരുന്നു ഇന്നലെ സാഹചര്യങ്ങൾ എത്തിയിരുന്നത്. ഇന്നും രാവിലെയും ഏകദേശം ഇത് തന്നെയാണ് സ്ഥിതി. ഈ വെള്ളക്കെട്ട് താഴ്ന്നിട്ടില്ല ഇതുവരെയും. അതോടുകൂടി ഇനി വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ കൂടി ഡൽഹിയിൽ മഴ തുടർന്നാൽ വലിയ ബുദ്ധിമുട്ടിലാകും ജനം. അക്കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നഗരം, ഡൽഹി മാത്രമല്ല, ഒപ്പം ഹരിയാനയിലും വെള്ളക്കെട്ടും കനത്ത മഴയും ഒക്കെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും ജനജീവിതം അത്രത്തോളം ദുസ്സഹമായിരിക്കുന്ന സാഹചര്യമാണ്. ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങളുമായി ചേർത്തത്.